ഒരു നിമിഷം തുടരുക. നമ്മളോടൊപ്പം ഇപ്പോൾ എം കെ രാഘവൻ എം പി ടെലിഫോണിലുണ്ട്. എം പി, നമ്മൾ പ്രതീക്ഷയിലാണ്. ഇന്നലെയും താങ്കൾ അവിടെ ഉണ്ടായിരുന്നു, നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ, കർണാടക സർക്കാരിന്റെ പ്രതികരണമൊക്കെ നടത്തുമ്പോഴും ആ അങ്കോലയിലെ റെസ്റ്റ് ഹൗസിൽ താങ്കൾ ഉണ്ടായിരുന്നു. ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞ വാക്കുകൾ അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. അവിടെ അർജുൻ ഇല്ല, റോഡിൽ ലോറി ഇല്ല എന്ന് പറയുന്നു. നേരിട്ട് സംസാരിച്ചപ്പോൾ എന്താണ് അവർ അങ്ങനെ പറയാനുള്ള കാരണമായി തോന്നിയത് ശ്രീ എം കെ രാഘവൻ? ഇവിടെ ഇപ്പോഴും ഈ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോ സൈറ്റിലാണ് ഉള്ളത്. തിരൂർ ഈ മണ്ണിടിച്ച സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. അത് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഇനി ബാക്കിയുള്ള മണ്ണ് നീക്കാൻ നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നേതൃത്വം നൽകുന്നത് സൈന്യം തന്നെയാണോ? അതെ, ഞാൻ സൈറ്റിലാണ്. അല്ല, സൈന്യമാണോ ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുന്നത്? സൈന്യമുണ്ട്, എല്ലാവരും ഉണ്ട്. ശ്രീ എം കെ രാഘവൻ, ഒരു കാര്യം, ഈ വളരെ ഡീപ്പായിട്ടുള്ള മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു, അത് എത്തിയോ? അത് ഉച്ചയോടെ കിട്ടുമെന്നാണ് മിലിറ്ററി സോഴ്സിന് അറിയാൻ കഴിഞ്ഞത്. ഈ പെൻസേറ്റിംഗ് റഡാർ കിട്ടിയാൽ വളരെ താഴെ വരെ നമുക്ക് കാണാൻ സാധിക്കും ഭൂമിക്കടിയിലുള്ള കാര്യങ്ങൾ. അത് കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു വരികയാണ്. താങ്കൾ അവിടെ കാണുന്ന കാഴ്ചയിൽ എത്രത്തോളം ഇനി മണ്ണ് നീക്കാനുണ്ട്? എത്ര സമയം എടുക്കും എന്ന് പ്രതീക്ഷിക്കാം? നമുക്കത് പറയാൻ കഴിയില്ല. ഇത് മഴ പെയ്യാണ് ഇവിടെ, അങ്ങനെ ഒരു പ്രതികൂല കാലാവസ്ഥയുണ്ട്. അതോടൊപ്പം ഈ മഴ വരുന്നുള്ള അതിന്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ അവർക്ക്. എന്നാലും നടന്നുകൊടുക്കാണ്. ഈ അല്ല, കരയിൽ അങ്ങനെ ലോറി ഇല്ല എന്ന് ഇന്നലെ റവന്യൂ മന്ത്രി പറയാനുള്ള കാര്യം എന്തായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, നമുക്കിപ്പോ എല്ലാ മണ്ണും നീക്കിയാൽ മാത്രമേ പറയാൻ പറ്റൂ. മനസ്സിലായില്ലേ? അതെ, ഇവിടെ ഇപ്പൊ നടക്കുന്നതാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിട്ടുള്ള പിന്നെ അതായിരിക്കും, വിവരങ്ങൾ അതായിരിക്കും, ഇൻഫർമേഷൻ അതായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞു കാണുക. ചിലപ്പോ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നുണ്ടല്ലോ അല്ലെ ദൗത്യത്തിന്? എല്ലാവരും ഉണ്ട്. കർണാടക സർക്കാരിന്റെ പ്രതിനിധികളുമുണ്ട്. ഇപ്പോൾ പ്രതികൂലമാണ് കാലാവസ്ഥ. വലിയ മഴയുണ്ടോ? ഇപ്പൊ ഒന്ന് മഴ കുറഞ്ഞു. ഇപ്പൊ നടന്നുകൊടുക്കാൻ ഞങ്ങളൊക്കെ സൈറ്റില് സ്പോട്ടിലുണ്ട്, എല്ലാവരും ഉണ്ട്. ഗുരാറ്റുണ്ടതും ബാലുശ്ശേരിന്ന് വന്നിട്ടുള്ള നമ്മുടെ വൈദ്യസ് എല്ലാം ഇവിടെ ഉണ്ട്. പന്തരങ്കാവ്, കോഴിക്കോട് എല്ലാവരും ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഇതിന്റെ ഭാഗമായി എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് എല്ലാവരും ഏർപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ചേർന്നുള്ള ഒരു പ്രയത്നമാണ്. വളരെ നന്ദി ശ്രീ എം കെ രാഘവൻ. സൈറ്റിലാണുള്ളത്, രക്ഷാപ്രവർത്തനം നടക്കുന്നത് ഇടത്ത്. അതുകൊണ്ട് തന്നെ അവിടെ സംസാരിക്കുക പ്രയാസകരമാണെന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ താങ്കളെ പറഞ്ഞയക്കുന്നത്. നന്ദി ഒരുപാട്. പ്രവർത്തനം അത് ഊർജിതമാകട്ടെ, കൂടുതൽ ഏകോപിപ്പിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കെ വി ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ശ്രീ എം കെ രാഘവൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ കൊടുത്ത ഒരു ഫീഡ്ബാക്ക് ആയിരിക്കണം ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡയുടെ ആ പ്രതികരണത്തിന് കാരണം. റോഡിൽ ലോറി ഇല്ല എന്ന് അദ്ദേഹം അങ്ങനെ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. എങ്കിൽ പോലും ഇനിയും ഒരുപാട് മണ്ണ് നീക്കാനുണ്ടെന്ന് അവിടെ നിന്ന് നേരിട്ട് കാണാൻ കഴിയുന്ന എം കെ രാഘവൻ എം പി സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി